ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ എഴുതിയ ഷർഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 32. ബാബു മൻ ഹഖഖ തൗഹീദ ദഖൽ ജന്നത ബിഗൈരി ഹിസാബ്. കിതാബ് തൗഹീദിൽ പറയാണ്, അടുത്ത ബാബ്, രണ്ടാമത്തെ ബാബ്. മൻ ഹഖഖ തൗഹീദ, തൗഹീദിനെ യാഥാർത്ഥ്യമാക്കിയവൻ, ദഖലൽ ജന്നത, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, ബിഗൈരി ഹിസാബിൻ, ഹിസാബ് വിചാരണ കൂടാതെ എന്ന്. ഖൗലില്ലാഹി തആല, അല്ലാഹു തആലയുടെ വചനം, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ. സൂറത്തുൻ നഹ്ലിൽ വരുന്ന ആയത്താണ്. ഇന്ന ഇബ്രാഹീമ, നിശ്ചയം ഇബ്രാഹിം അലൈഹിസ്സലാം, കാന ഉമ്മതൻ ഖാനിത, അദ്ദേഹം ഖാനിതായ, മുത്തഖിയായ, തഖ്വയുള്ള, ഭക്തിയുള്ള മാതൃകാ പുരുഷനായിരുന്നു, ഉമ്മത്തായിരുന്നു എന്ന്. ലില്ലാഹി, അള്ളാഹുവിന് ഭക്തിയുള്ള, ഹനീഫൻ, ഋജുമാനസനായ, ഋജുവായ മാർഗം സ്വീകരിച്ച, നേരായ മാർഗം സ്വീകരിച്ച, വക്രതയില്ലാത്ത, വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ, ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനെ ആയിരുന്നില്ല. വഖാല, അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അള്ളാഹുവിൽ ഖശ്യത്ത്, ഭയഭക്തിയുള്ള, ഖുശൂഉള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, വല്ലദീനഹും, അവർ, അക്കൂട്ടർ, ഹും അവർ, ബിറബ്ബിഹിം, അവരുടെ റബ്ബിനെ കൊണ്ട്, ലാ യുശ്രികൂൻ, ഷിർക്ക് ചെയ്യാത്തവരാണ്, അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യാത്തവരാണ്, ഒരു തരത്തിലും ബഹുദൈവവിശ്വാസം അതിൻ്റെ ഒന്നും തന്നെ സ്വീകരിക്കാത്തവർ ആണ് എന്ന്. ഇനി അടുത്ത് പറയുന്നത് ഒരു ഹദീസാണ്. അൻ ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ ഖാല, ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ എന്നവർ പറയാണ്, റഹിമഹുല്ലാ, കുന്തു ഇൻദ സഈദ് ബിൻ ജുബൈർ വഖാൽ, ഞാൻ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അടുക്കലായിരുന്നു. രണ്ടുപേരും താബികളാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അയ്യക്കും റഅ അൽ കൗകബ അല്ലദി ഇൻഖല്ലൽ ബാരിഹത. അൽ ബാരിഹത ഇന്നലെ, കഴിഞ്ഞ രാത്രി ഒരു ഷൂട്ടിംഗ് സ്റ്റാറിനെ, അതായത് താഴെ വീണ നക്ഷത്രത്തെ കണ്ടത് ആരാണ്? നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് സ്റ്റാറിനും സ്റ്റാർ എന്ന് പറയും, ആ അർത്ഥത്തിലാണ്. അതായത് ഈ മെറ്റീരിയോയിഡ്, ഉൽക്ക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ആയിരിക്കും വീഴുന്നത്. ആ വീഴുന്നത് ചിലപ്പോൾ ഭൂമിയിൽ പതിക്കാം, ചിലപ്പോൾ ഭൂമിയിൽ പതിക്കാതിരിക്കാം. എന്തായാലും അത് ആണ് ഒരു നക്ഷത്രത്തെ പോലെ കുള്ളിമി എന്നൊക്കെ പറയുന്നത്, പ്രകാശമായിട്ട് കാണും. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു എന്ന്. സുമ്മ ഖുൽതു, എന്നിട്ട് ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ എന്നിവർ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു, അമാ ഇന്നി ലം അക്കുൻ ഫി സ്വലാത്തിൻ, ഞാൻ നിസ്കാരത്തിലൊന്നും ആയിരുന്നില്ല, അതുകൊണ്ടൊന്നുമല്ല ഞാൻ കണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കമൊഴിച്ച് നിസ്കരിക്കൊന്നും ആയിരുന്നില്ല. അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ കുറേ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നിസ്കാരത്തിലായിരുന്നു എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. വലാക്കിന്നി ലുദ്യൗത്തു, പക്ഷേ എനിക്ക് ഒരു കടിയേറ്റിട്ടുണ്ടായിരുന്നു. അതായത് തേള്, അതുപോലെ എന്തെങ്കിലും വിഷ ജന്തുക്കൾ കടിയേൽക്കുന്നതിനാണ് ലതക എന്ന് പറയുന്നത്. ലതക, കടിയേറ്റു. ലുദ്യൗത്തു, കടിയേറ്റു, ഞാൻ കടിയേറ്റു, എനിക്ക് കടിയേറ്റു. ഖാല, അപ്പോൾ സഈദ് ബിൻ ജുബൈർ എന്നവർ പറഞ്ഞു, ഫമാ സനഅത, അപ്പോൾ നീ എന്താ ചെയ്തത്, താങ്കൾ എന്താ ചെയ്തത്? ഖുൽതു, ഞാൻ പറഞ്ഞു, ഇർതഖൈതു, ചില റിപ്പോർട്ടുകളിൽ ഇസ്തിർഖൈതു എന്നാണ് കാണുന്നത്. ഞാൻ അതായത് റുഖയ്യ തേടി, മന്ത്രം തേടി, റുഖയ്യ നടത്താൻ വേണ്ടി ഞാൻ അന്വേഷിച്ചു എന്ന്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫമാ ഹംലുക അലാ ദാലിക്, അതിൽ നിന്നെ വഹിപ്പിച്ചത് എന്താണ്? അങ്ങനെ റുഖയ്യ തേടാനുള്ള കാരണം എന്താ, മന്ത്രം തേടാനുള്ള കാരണം എന്താണ് എന്ന്. അതിനെന്തെങ്കിലും ദലീൽ വേണമല്ലോ, ദലീലില്ലാതെ ചെയ്യാൻ പറ്റില്ല. കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹദീസുൻ ഹദ്ദസനാഹു ഷഅബി എന്നവർ, അദ്ദേഹം താബിയാണ്, നമ്മോട് പറഞ്ഞ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ചെയ്തത്. ഖാല, അപ്പോൾ സഈദ് ബിൻ ജുബൈർ പറഞ്ഞു, എന്ത്, വമാ ഹദ്ദസക്കും, അദ്ദേഹം നിന്നോട്
നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഉൽത്തു, ഞാൻ പറഞ്ഞു, ഹദ്ദസന അൻ ബുറൈദ ഇബ്നു ഹുസൈബ് അന്നഹു ഖാല ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ. ബുറൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ലാ റുഖിയ മന്ത്രമില്ല, അല്ലെങ്കിൽ മന്ത്രം ഫലപ്പെടില്ല, അല്ലെങ്കിൽ ഇല്ല മിൻ ഐനിൻ, ഐൻ കണ്ണേറിനല്ലാതെ, ഔ ഹുമ അല്ലെങ്കിൽ ഹുമ എന്ന് പറഞ്ഞാൽ ഒരു ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, കണ്ണേറിന് അല്ലെങ്കിൽ ഹുമ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഷജന്തുക്കളുടെ കുത്തേൽക്കുക, കടിയേൽക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള ചികിത്സക്ക് അല്ലാതെ റുഖിയ പറ്റില്ല. ഇവിടെ ഇതിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് വരാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്ക് റുഖിയ പ്രയോജനപ്പെടുന്ന അത്ര മറ്റൊന്നിനും പ്രയോജനപ്പെടില്ല എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. കാരണം മറ്റു കാര്യങ്ങൾക്കും മറ്റു രോഗാവസ്ഥകൾക്കും ഒക്കെ റുഖിയ നടത്താം, ഷറഈയായ റുഖിയ നടത്താം, ഷറഅ അനുവദിച്ച ദിക്റുകളും ദുആകളൊക്കെ. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ, കേട്ടതിലേക്ക് ലക്ഷ്യം വെച്ച, അല്ലെങ്കിൽ കേട്ടതനുസരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതനുസരിച്ച് പ്രവർത്തിച്ച അവൻ പ്രവർത്തിച്ച താങ്കൾ നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ നന്മ ചെയ്തിരിക്കുന്നു എന്ന അർത്ഥത്തിൽ. ഇനി തുടർന്ന് പറയാം, വലാക്കിൻ പക്ഷേ, എന്നിട്ട് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കിട്ടിയ ഒരു വിവരം, ഒരു ഹദീസ് പറയാണ്. ഹദ്ദസന ഇബ്നു അബ്ബാസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്നവർ സഹാബിയാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇങ്ങനെ നമ്മോട് ഉദ്ധരിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരുതു അലയ്യ അൽ ഉമാമ, ഉരുതു അലയ്യ എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെട്ടു, അൽ ഉമാം ചില സമുദായങ്ങളെ ഫറഅയ്തു നബിയ വ മഅഹു അർ-റുഹൈത്ത്, അല്ലെങ്കിൽ അർ-റഹത്ത് എന്നാണ് ഇതിൽ കാണുന്നത്, റുഹൈത്ത് എന്നും ചിലതിൽ കാണുന്നുണ്ട്. ഒരു നബിയെയും അദ്ദേഹത്തോടൊപ്പം ഒരു കൊച്ചു സംഘത്തെയും ഞാൻ കണ്ടു. റഹത്ത് എന്ന് പറഞ്ഞ സംഘം, റുഹൈത്ത് എന്ന് പറഞ്ഞ കൊച്ചു സംഘം. വൻ നബിയു വ മഅഹു അർ-റജുലു വർ-റജുലാനി, മറ്റൊരു നബി അദ്ദേഹത്തോടൊപ്പം ഒന്നോ രണ്ടോ ആളുണ്ട്. വൻ നബിയു വലൈസ മഅഹു അഹദുൻ, ഒരു നബി അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല. ഇത് റുഫിഅ അലി സവാദുൻ അദീമുൻ, അപ്പോൾ എനിക്ക് ഒരു വൻ സംഘത്തെ, വലിയ സംഘത്തെ, ധാരാളം ആളുകളുടെ സംഘത്തെ ഉയർത്തപ്പെട്ടു, അല്ലെങ്കിൽ കാണിക്കപ്പെട്ടു. ഫളനന്തു അന്നഹും ഉമ്മത്തി, അപ്പം ഞാൻ വിചാരിച്ചു അതെൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന്. ഫഖീൽ അലി അപ്പോഴുണ്ട് പറയപ്പെട്ടു, ഹദാ മൂസ വ ഖൗമു, ഇത് മൂസ അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ സമുദായവുമാണ്. ഫനദത്തു ഫൈദാ സവാദുൻ അലീം, അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ വേറൊരു സവാദുൻ അലീം, ഒരു വൻ ജനസഞ്ചയം ഉണ്ട്. ഫഖീല അലി, എന്നോട് അപ്പോൾ പറയപ്പെട്ടു, ഹാദിഹി ഉമ്മത്തുക്, ഇത് താങ്കളുടെ സമുദായമാണ്. വമാഹും സബൂന അൽഫൻ യദ്ഖുലൂനൽ ജന്ന, ആ ഉമ്മത്തിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ പറയാണ് എന്ത്, 70,000, സബൂന അൽഫ് എന്ന് പറഞ്ഞാൽ 70,000 ആളുകളുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. ബി ഗൈരി ഹിസാബിൻ വലാ അദാബിൻ, ഹിസാബ് വിചാരണയോ അദാബ് ശിക്ഷയോ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മൊത്തം ആൾക്കാരല്ല പറഞ്ഞത്, ഹിസാബോ അദാബോ ഒന്നും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. സുമ്മ നഹള, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റു. ഫദഖല മൻസിലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫഖാദന്നാസു ഫീ ഉലൈക, അപ്പോൾ ആ കാര്യങ്ങളിൽ നബി പറഞ്ഞ ഈ വിഷയത്തിൽ ആരായിരിക്കും, ഇപ്പോൾ 70,000 ആൾക്കാർ എങ്ങനെയുള്ളവരായിരിക്കുമെന്ന് ജനങ്ങൾ അതിലിങ്ങനെ മുഴുകി ചിന്തിച്ചു. ഫഖാല ബഅദുഹും, അപ്പോൾ ജനങ്ങളിൽ സഹാബാക്കളിൽ ചിലർ പറഞ്ഞു, ഫലഅല്ലഹും അല്ലദീന സ്വഹിബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹവസിച്ചവരായിരിക്കാം അവർ. സഹാബാക്കളൊക്കെ സഹവസിച്ചവർ തന്നെയാണ്, നബിയോടൊപ്പം കൂടുതലായിട്ട് സമയം ചെലവഴിച്ചവർ ഇൽമിനും നബിയുടെ ദീനിൻ്റെ വിഷയത്തിലൊക്കെ എന്ന അർത്ഥത്തിലായിരിക്കും. വഖാല ബഅദുഹും, അവരിൽ ചില പറഞ്ഞു, ഫലഅല്ലഹും അല്ലദീന വുലിദു ഫിൽ ഇസ്ലാമി വലം യുശ്രികു ബില്ലാഹി ഷൈഅ, അവർ ഇസ്ലാമിലായിട്ട് ജനിച്ചവരും ഫലം യുശ്രികു ബില്ലാഹി ഷൈഅ, അള്ളാഹുവിലൊന്നും ഷിർക്ക് ചെയ്യാത്തയും കൂട്ടരായിരിക്കാം. അതായത് മുമ്പേ തന്നെ ഇസ്ലാമിൽ ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ ദക്കറു വഷിയ, അങ്ങനെ പല സംഗതികൾ അവർ ഇന്ന ആൾക്കാരായിരിക്കും, ഇന്ന വസ്ഫുള്ള ആൾക്കാരായിരിക്കും എന്ന് പല അഭിപ്രായങ്ങൾ പൊന്തി വന്നു. ഫഖറജാലഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് പുറപ്പെട്ടു വന്നു. ഫഅഖ്ബറുഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു. ഫഅഖ്ബിറുഹു, അവരോട്
അവർ അറിയിക്കപ്പെട്ടു നബി മുഖേന. ഫഖാല, എന്നിട്ട് നബി പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വലാ റബ്ബിഹിം യതവക്കലൂൻ. ഹുമുല്ലദീന, അവരൊരു കൂട്ടരാണ്. ലാ യസ്തർഖൂൻ, അവരെന്ത് ചെയ്യില്ല, റുഖ്യ തേടിപ്പോവുകയില്ല. മന്ത്രക്കാരനെ, മന്ത്രം ചെയ്യുന്നതിനെ, മന്ത്രിക്കുന്നതിനെ തേടിപ്പോവില്ല. വലയുക്തവൂൻ, അല്ല വലയുക്തവൂൻ, കയ്യ് നടത്തൂല. കയ്യ് ചികിത്സ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തീ കൊണ്ടുള്ളൊരു ചികിത്സയാണ്. തീ കൊണ്ട് ശരീരഭാഗങ്ങൾ, ചില ഭാഗങ്ങൾ എന്ത് ചെയ്യുക, തീ ബാധിപ്പിക്കുക, എന്നിട്ട് രോഗം ശമിപ്പിക്കുക. അങ്ങനെയുള്ളൊരു ചികിത്സാ രീതിയാണ്. അതേപോലെ ഇന്നത്തെ ചില തെറാപ്പികളൊക്കെ അതിൽ പെടുന്ന സംശയിക്കണം. കീമോതെറാപ്പിയിലൊക്കെ അങ്ങനെ വരുന്നുണ്ടല്ലോ. വലായ തതയ്യറൂൻ, അതേപോലെ തീറത്ത് നോക്കൂല, ശകുനം നോക്കൂല എന്ന്. വാല റബ്ബിഹിം തവക്കലൂൻ, അവർ അവരുടെ റബ്ബിങ്കിൽ തവക്കുലാക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ റുഖ്യ നടത്തൂല എന്ന് പറഞ്ഞാൽ, റുഖ്യ അവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നത്, ഉദ്ദേശിക്കപ്പെടുന്നത് ഷിർക്കിയായിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് മന്ത്രിക്കുന്നത് എന്നറിയപ്പെടാത്ത ദിക്റുകൾ, അല്ല അങ്ങനെയുള്ള റുഖ്യകൾ, മന്ത്രങ്ങളാണ്. അതാണ് ഹറാമായ മന്ത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ദിക്ർ ദുആകൾ കൊണ്ടുള്ള റുഖ്യ അല്ല എന്നതാണ്. എന്നാൽ മറ്റൊരു വ്യാഖ്യാനമുള്ളത്, ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ളാഹി പറഞ്ഞ ദിക്ർ ദുആ ഉൾപ്പെടുന്ന റുഖ്യ ഇതിലുൾപ്പെടും. അത് നിരോധനമില്ല. എന്നിരുന്നാലും ഇവിടെ അള്ളാഹുവിൽ അവർ അതിനു മാത്രം തവക്കുലാക്കി എന്നതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ആരോടും റുഖ്യ നടത്താൻ വേണ്ടിയിട്ടൊന്നും അവരാവശ്യപ്പെടില്ല. അവർ സ്വയം പ്രാർത്ഥിക്കും, അള്ളാഹുവിനോട് ദുആ ചെയ്യും, ദിക്റുകൾ ദുആകളൊക്കെ അവലംബിക്കും എന്നതല്ലാതെ എന്ന ആശയത്തിലും ഇതിന് വിശദീകരണം വന്നിട്ടുണ്ട്. അതുപോലെ കയ്യ് ചികിത്സ നടത്തുക എന്ന് പറയുന്നത് അതും പാടില്ലാത്ത കാര്യമല്ല. അത് അത്യാവശ്യ സാഹചര്യത്തിൽ അനുവദനീയമാണ്. എന്നാൽ അത് ശരീരത്തെ പീഡിപ്പിക്കുന്നതാണ്. കാരണം തീ സ്പർശിച്ചുകൊണ്ടുള്ള ചികിത്സയാണല്ലോ, അതുകൊണ്ട്. എന്നാൽ അത്യാവശ്യ സാഹചര്യത്തിൽ അത് ചെയ്യാമെന്നും മറ്റ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് രണ്ടും പാടില്ലാത്ത സംഗതി എന്ന നിലക്കല്ല, അള്ളാഹുവിൽ അവർ അതിനെ മാത്രം തവക്കുലാക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. പിന്നെ ശകുനം നോക്കുക, അത് തീരെ പാടില്ലാത്ത സംഗതി ആണ്. അള്ളാഹുവിൽ അവർ ഭരമേൽപ്പിക്കുന്നവരാണ് എന്നതാണ്. ഫഖാമ ഉക്കാഷ ഇബ്നു മുഹ്സിൻ, അപ്പോൾ ഉക്കാഷ റളിയല്ലാഹു അൻഹു എണീറ്റു. ഫഖാൽ, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, ഉദുഉല്ലാഹ അൻ യജ്അലനി മിൻഹും, ഉദുഉല്ലാഹ, താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, അൻ യജ്അലനി, അവൻ എന്നെ ആക്കാൻ, മിൻഹും, അക്കൂട്ടരിൽ. അതായത് താങ്കളിപ്പോൾ ഈ പറഞ്ഞ വിശേഷണമുള്ള ആളുകൾ ഹിസാബും അദാബും ഒന്നുമില്ലാതെ, വിചാരണയും ശിക്ഷയും ഒന്നുമില്ലാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ, എന്നെ ഉൾപ്പെടുത്താൻ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത മിൻഹും, താങ്കൾ അവരിൽപ്പെട്ടവനാണ്. അപ്പോൾ നബി വഹി മുഖേന അറിഞ്ഞിട്ടുണ്ടാവും. ഉക്കാഷ റളിയല്ലാഹു അൻഹു അത്തരം ആളുകളിൽപ്പെട്ട, സാബിഖീങ്ങളിൽപ്പെട്ട, മുൻകടന്ന ആളുകളാണ്, പെട്ട ആളാണ് എന്ന്. സുമ്മ ഖാല ആഖർ, റജുലുൻ ആഖർ, റജുലുൻ എന്നാണ് അവിടെ റാവ് വിട്ടുപോയതായിരിക്കും. ഫഖാൽ, അപ്പോൾ പിന്നീട് മറ്റൊരാൾ എണീറ്റു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉദുഉല്ലാഹ യജ്അൽനി മിൻഹും, എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ താങ്കൾ ദുആ ചെയ്യും. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അങ്ങനെ നിരാശപ്പെടുത്താത്ത വിധത്തിൽ പറഞ്ഞു, സബഖക ബിഹാ ഉക്കാഷ, ഉക്കാഷ താങ്കളെ മുൻകടന്നു എന്ന്. അപ്പോൾ അദ്ദേഹം അത്രമാത്രം ഗ്രേഡിൽ സാബിഖ്യങ്ങളിൽ പെടാൻ സാധ്യതയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിരിക്കണം. എന്നിരുന്നാലും അത് നേരിട്ട് പറയാതെ ദുആ ചെയ്യുക എന്നുള്ളതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല, അത് അംഗീകരിച്ചില്ല. അവിടെ നബി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഉക്കാഷ കൊണ്ടുപോയി, ഉക്കാഷ താങ്കളെ മുൻകടന്നു എന്ന് മാത്രം പറഞ്ഞു. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ഭാഗത്തിന് കിതാബ് തൗഹീദിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞ ഈ ഭാഗത്തിൻ്റെ ഷറഹ് ഒന്ന് നോക്കാം. കുറച്ച് ഭാഗം ഒന്ന് നോക്കാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. യാനത്തുൽ മുസ്തഫീദിൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ ഷറഹ് പറയാണ്, അൽ ബാബു സാലിസു ബാബു മൻ ഹഖഖ തൗഹീദ ദഖല ജന്നത്ത ബിഗൈരി ഹിസാബ്. അതാണല്ലോ ബാബിൻ്റെ പേര്. അതായത് ഹിസാബ്, വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അങ്ങനെ തൗഹീദിനെ തഹഖീഖ് ചെയ്ത് യാഥാർത്ഥ്യവൽക്കരിച്ച
സമ്പൂർണ്ണമായിട്ട് യാഥാർത്ഥ്യവൽക്കരിച്ച ആളുകളെ സംബന്ധിച്ച് ആ വിഷയം പറയണം. ഹാദാ ഹുവൽ ബാബു സാലിസു മിൻ അബ്വാബി ഹാദിൽ കിതാബിൽ മുബാറക്. ഈ മുബാറക്കായിട്ടുള്ള കിതാബിൻ്റെ 3-ാമത്തെ ബാബ് ആണ് ഇത്. അപ്പോൾ ഇതിൽ 2 എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആമുഖ ഉൾപ്പെടെ 3-ാമത്തെ ബാബായിട്ട് വരും. കിതാബു തൗഹീദ് വഹുവ ബാബു മൻ ഹഖഖ തൗഹീദ ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ്. ഇതാണ് ബാബിൻ്റെ പേര്. വലമ്മ ദക്കറ ഷെയ്ഖു റഹിമഹുല്ലാ ഫിൽ ബാബിൽ അവൽ മഅന തൗഹീദ്. അപ്പോൾ 1-ാമത്തെ ബാബിൽ ഷെയ്ഖ് അവറുകൾ തൗഹീദിൻ്റെ ആശയം മഅന എന്ത് എന്ന് വ്യക്തമാക്കിയപ്പോൾ പരാമർശിച്ചപ്പോൾ ഹഖീഖത്തഹു മിനൽ കിതാബി വസ്സുന്ന, അതിൻ്റെ യാഥാർത്ഥ്യവും കിതാബ് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും നബിചര്യയിൽ നിന്നും അദ്ദേഹം അത് വിശദീകരിച്ചപ്പോൾ വലൈസ മിൻ കലാമിൽ ബഷറില്ലദീന യുഅല്ലിഫൂന ഫിൽ അഖായിദ്. അപ്പോൾ അഖീദ വിഷയത്തിൽ രചനകൾ നടത്തുന്ന മനുഷ്യരുടെ കലാമിൽ നിന്നുള്ള അല്ല. വകുല്ലുൻ യുഫസ്സിറു അത്തൗഹീദ് അലാ ഹസ്ബി മദ്ഹബിഹി. എല്ലാവരും അവരുടെ മദ്ഹബ് അനുസരിച്ച് തൗഹീദിനെ വിശദീകരിക്കുന്നു. മിനൽ മുഅ്തസിലത്തി വൽ അശാഇറത്തി വഉലമാഇൽ കലാമി. അതായത് മുഅ്തസിലിയാക്കളും അശ്അരികളും ഇൽമുൽ കലാമിൻ്റെ ആളുകളായിട്ടുള്ള മുത്തകല്ലിമീങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, അവർ തൗഹീദ് അവരുടെ മദ്ഹബ് അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. എന്നാൽ അമ്മ ഷെയ്ഖ് റഹിമഹുല്ലാ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എന്ത് ചെയ്ത് ഫഇന്നഹു ഫസ്സറ തൗഹീദ മിനൽ കിതാബി വസ്സുന്ന. അദ്ദേഹം അൽ കിതാബ് വിശുദ്ധ ഖുർആനിൽ നിന്നും അസ്സുന്ന തിരുസുന്നത്തിൽ നിന്നും എന്ത് ചെയ്തു, തൗഹീദിനെ വ്യാഖ്യാനിച്ചു. ബിൽ ആയാത്തി വൽ അഹാദീസി സ്വഹീഹത്തി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടും അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വഹീഹായിട്ട് വന്നുള്ള ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം വിശദീകരിച്ചത്. സുമ്മ ദക്കറ അൽ ബാബ സാനി. പിന്നെ അദ്ദേഹം 2-ാമത്തെ ബാബ് പരാമർശിച്ചു. വഹുവ ഫദ്ലു ഹാദ തൗഹീദ്. ഈ തൗഹീദിൻ്റെ ശ്രേഷ്ഠത, അതാണ് നേരത്തെ പറഞ്ഞത്, തൊട്ട് മുമ്പ് പറഞ്ഞു. അല്ലദീ ജാ ബിഹി അൽ കിതാബ് വസ്സുന്ന, കിതാബും സുന്നത്തും കൊണ്ടുവന്നിട്ടില്ല. ഒമാ യുക്കഫിറു മിന ദുനൂബ്, പാപങ്ങളിൽ നിന്ന് അത് പൊറുക്കിക്കളയുന്നതും തൗഹീദ് കാരണമായിട്ട്. സുമ്മ ജാ ഹാദൽ ബാബു സാലിസ്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്നത് ഈ ഹാദൽ ബാബ സാലിസ്, ഈ ബാബിനെയാണ്, 3-ാമത്തെ ബാബ്. മൻ ഹഖഖ ഹാദ തൗഹീദ ദഖലൽ ജന്ന ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ. അതായത് തൗഹീദിനെ സമ്പൂർണ്ണമായിട്ട് യാഥാർത്ഥ്യവൽക്കരിച്ചവൻ ഹിസാബ് ഒന്നും കൂടാതെ, വിചാരണ ഒന്നും കൂടാതെ, ശിക്ഷയൊന്നും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നത്. വതഹ്ഖീഖു തൗഹീദി, തൗഹീദിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യവൽക്കരിക്കുക, അതിന് സമ്പൂർണ്ണമായിട്ട് തഹ്ഖീഖ് ചെയ്യുക എന്നത് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ്? തസ്ഫിയത്തുഹു മിന ശിർക്കി വൽ ബിദ്അഇ വദ്ദുനൂബ്. തൗഹീദിനെ ഷിർക്കിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക, തസ്ഫിയത്ത് ചെയ്യുക, അങ്ങനെ സ്ഫുടം ചെയ്തെടുക്കുക എന്നതാണ്. ബിദ്അത്തുകളിൽ നിന്നും അതേപോലെ പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നൊക്കെ മുക്തമായി നിൽക്കുക എന്നുള്ളതാണ്. ഫഇൻ ഖീല, ഇനി പറയപ്പെട്ടാൽ ബാബു ഫദ്ലി തൗഹീദ് ഓ ബാബു മൻ ഹഖഖ തൗഹീദ് മൽ ഫർഖു ബൈനഹുമാ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അൽ ഫർഖു ഫദ്ലു തൗഹീദ് ഫി ഹഖിൽ മുവഹിദ് അല്ലദീ ലൈസ ഇൻദഹു ഷിർകുൻ. ഫദ്ലു തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുവഹിദ്, അയാളുടെ അടുത്ത് ഷിർക്കൊന്നുമില്ല, അതിൻ്റെ ശ്രേഷ്ഠതയാണ്. വലാകിൻ ഖദ് യകൂനു ഇൻദഹു ബഅദുൽ മആസി അല്ലതി തുകഫിറു ബിത് തൗഹീദ്. എന്നാൽ തൗഹീദ് കൊണ്ട് പൊറുക്കപ്പെടുന്ന ചില പാപങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാവാം. അതാണ് തൗഹീദിൻ്റെ ശ്രേഷ്ഠത. നേരെ മറിച്ച് തഹ്ഖീഖ് ചെയ്യുക എന്ന് പറയുമ്പോൾ, തൗഹീദിൻ്റെ തഹ്ഖീഖ് ചെയ്ത വ്യക്തി എന്ന് പറയുമ്പോൾ എന്താണ്? അദ്ദേഹത്തിൽ നിന്ന് പാപങ്ങൾ വളരെ കുറവായിരിക്കും, പാപങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തനായിരിക്കും പരമാവധി. അമ്മ ഹാദൽ ബാബു ഫഹു അഅ്ലാ മിനൽ ബാബില്ലദി ഖബല. അപ്പോൾ ഇതിന് മുമ്പുള്ള ഫദ്ലു തൗഹീദിനേക്കാളും അഅലയായ, കുറേ കൂടി ഉദാത്തമായിട്ടുള്ള വിഷയമാണ് ഈ ബാബിൽ. മൻ ഹഖഖ തൗഹീദ്, യാനി ഉദ്ദേശിക്കുന്നത് അന്നഹു ലം യുശ്രിക് ബില്ലാഹി ഷൈഅൻ വലം യകുൻ ഇൻദഹു ഷൈഉൻ മിനൽ മഅസി ഹാദാ തഹ്ഖീഖു തൗഹീദ്. അപ്പോൾ അവൻ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവൻ്റെ അടുത്ത് പാപങ്ങളുമില്ല, അവൻ പാപങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മാസൂമികൾ ആണെന്നുള്ള അർത്ഥത്തിലല്ല, പാപങ്ങളിൽ നിന്ന് പരമാവധി അവൻ മുക്തനാണ് എന്ന അർത്ഥത്തിലായിരിക്കാനാണ് സാധ്യത. അല്ലാഹു അലം. വമൻ ബലഗ ഹാദിഹിൽ മർത്തബത ദഖലൽ ജന്നത ബിലാ ഹിസാബ്. ഈ ഒരു മർത്തബയിൽ, പദവിയിലെത്തിയവൻ, അവൻ ഹിസാബൊന്നും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഇനി വല്ലപ്പോഴും വല്ല പാപവും തെറ്റും അവൻ്റെ അടുത്ത് വന്നു പോയാൽ തന്നെ അവൻ ഉടനെ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങി തൗബ ചെയ്ത് പാപമില്ലാത്തവനായിത്തീരും. അമ്മ മൻകാന ഫിൽ മർത്തബത്തിലെത്തിയ ഖബ്ലഹ.
അതിൻ്റെ മുമ്പുള്ള മർത്തബയിലുള്ള ആൾ. വഹുവൽ മുവഹിദുല്ലദി ഇൻദഹു ദുനൂബുൻ, അവൻ്റെ അടുത്ത് പാപങ്ങളുണ്ട്. മുവഹിദാണ്, പക്ഷേ ഏകദൈവ വിശ്വാസിയാണ്, അവന് തൗഹീദുണ്ട്. ഫഹാദ ഖദി യഗ്ഫർ ലഹു, ചിലപ്പോൾ അങ്ങനത്തെ വ്യക്തിക്ക് എന്താവും, ഈ വ്യക്തിക്ക് പൊറുക്കപ്പെടാം. വഖദ് യുഅദ്ദബു ബിന്നാർ, ചിലപ്പോൾ അവന് നരകത്തിൽ ശിക്ഷ നൽകപ്പെടാം. സുമ്മ യുഖ്റജു മിൻഹാ, പിന്നീട് ആ നരകത്തിൽ നിന്ന് പുറത്താക്കപ്പെടാം, രക്ഷപ്പെടുത്തും. ലിഅന്നൽ മുവഹിദീന അലാ സലാസി ത്വബഖാത്തിൻ, കാരണം മുവഹിദുകൾ എന്ന് പറഞ്ഞാൽ 3 ഗ്രേഡുള്ള ആളുകളാണ്, 3 ഗ്രേഡിലാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير جنات عدن الآية. അതായത് സുമ്മ, പിന്നെ ഔറസ്ന, നാം വറസത്ത് നൽകി, അതായത് അനന്തരാവകാശമായി നൽകി, അൽ കിതാബിനെ, വിശുദ്ധ വേദഗ്രന്ഥത്തെ, അല്ലദീന സ്തഫൈന, ആർക്ക്, നാം തിരഞ്ഞെടുത്തവർക്ക്, മിൻ ഇബാദിന, നമ്മുടെ ദാസന്മാരിൽ നിന്ന്, ഫമിൻഹും, അപ്പോൾ അങ്ങനെ ഈ സത്യവിശ്വാസികളായ ആളുകളെ പറ്റി തന്നെയാണ് പറയുന്നത്. എന്ത്, ഫമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട്, ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവൻ, അതായത് ചില പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ. ഹറാമാക്കപ്പെട്ട സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട് പലതും, എന്നാൽ തൗഹീദുള്ള ആളാണ്. വമിൻഹും മുഖത്തസിദ്, എന്നാൽ അവരിൽ മിതമായിട്ടുള്ള ആളുകളുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, അവരിൽ നന്മ മുൻകടന്ന് പ്രവർത്തിച്ച ആളുകളുണ്ട്, നന്മയിൽ മുന്നേറിയ ആളുകളുണ്ട്, സാബിഖീങ്ങളുണ്ട്. ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. ദാലിക, അത് ഹുവൽ ഫദ്ലുൽ കബീർ, അത് മഹത്തായ വലിയ ഔദാര്യമാണ്, അനുഗ്രഹമാണ്. ജന്നാത്തു അദ്നിൻ, അപ്പോൾ ഈ പറഞ്ഞ 3 കൂട്ടർക്കും എന്തുണ്ട്, അദിൻ, നിത്യവാസമുള്ള സ്വർഗങ്ങളുണ്ട്, ജന്നത്തുകളുണ്ട് എന്ന്. അപ്പോൾ ഈ പറഞ്ഞ 3 ഒന്ന് വിശദീകരിക്കുകയാണ്. അത്തബഖത്തുൽ ഊല, 3 വിഭാഗത്തിൽ ഒരു വിഭാഗം, അല്ലദീന സലിമൂ മിന ഷിർക്ക്, അവർ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. വഖദ് ലാ യുസ്ലിമൂന മിന ദുനൂബില്ലത്തി ഹിയ ദൂന ഷിർക്ക്, ഷിർക്കിൻ്റെ താഴെയുള്ള ചില പാപങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. വഹുമു ളാലിമൂന ലി അൻഫുസിഹിം, അവർ സ്വന്തം നഫ്സുകളോട് അതിക്രമം ചെയ്തവരാണ്. വഹും മുഅറദൂന ലിൽ വഈദ്, അവർ ആ മുന്നറിയിപ്പ് നൽകപ്പെട്ട സംഗതി ഉണ്ടല്ലോ, അതിന് പ്രദർശിപ്പിക്കപ്പെടുന്നവരാണ്. അതായത് അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേക്കാം നരകത്തിൽ. ഇനി അത്തബഖത്തു സാനിയ, പക്ഷേ എന്താണ്, തൗഹീദുള്ളവരായതുകൊണ്ട് അവർ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. അത്തബഖത്തു സാനിയ, 2ാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് അൽ മുഖ്തസിദൂന, മിതമായിട്ടുള്ള ആൾക്കാർ. അല്ലദീന ഫഅലു അൽ വാജിബാത്തി, അവർ വാജിബാത്തായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അവർക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തു. വതറക്കു അൽ മുഹറമാത്തി, അതേപോലെ ഹറാമായ, തനിച്ച ഹറാമായിട്ടുള്ള സംഗതികളൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഖദ് യഫ്അലൂന ബഅദൽ മക്രൂഹാത്തി, എന്നാൽ ചില മക്രൂഹാത്തായിട്ടുള്ള, കറാഹത്താക്കപ്പെട്ടിട്ടുള്ള, വെറുക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. വയത്രുക്കൂന ബഅദൽ മുസ്തഹബാത്തി, ചില മുസ്തഹബാത്തായിട്ടുള്ള, സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. വഹും അൽ അബ്റാർ, അവരാണ് അൽ അബ്റാർ, അബ്റാറുകളായിട്ടുള്ള, നന്മയച്ചുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഗുണവാന്മാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവരൊരു മീഡിയമാണ്. ഈ അത്തബഖത്തു സാലിസ, 3ാമത്തെ ഗ്രേഡ് ഉള്ള ആളുകൾ, അല്ലത്തി സലീമത്ത് മിന ഷിർക്കിൽ അക്ബറി വൽ അസ്ഗരി വമിനൽ ബിദഅി വതറകത്തിൽ മുഹറമാത്തി വൽ മക്റൂഹാത്തി വബഅദിൽ മുബാഹാത്തി വജ്തഹദത് ഫി തആത്തി മിൻ വാജിബാത്തിൻ വമുസ്തഹബ്ബാത്തിൻ വഹാഉലായി ഹുമുസ് സാബിഖൂന ബിൽ ഖൈറാത്തി അല്ലത്തി സലിമത്ത് മിന ഷിർക്കിൽ അക്ബറി വൽ അസ്ഗരി, വലിയ ഷിർക്കിൽ നിന്നും ചെറിയ ഷിർക്കിൽ നിന്നും, ലോകമാന്യം ഉൾപ്പെടെയുള്ള ചെറിയ ഷിർക്കിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ട ആൾക്കാർ, അതിൽ നിന്നൊക്കെ മുക്തരായിട്ടുള്ള ആൾക്കാർ. വമിനൽ ബിദഅത്തുകളിൽ നിന്നും, വതറകത് അൽ മുഹറമാത്തി, ഹറാമാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയവരാണ്. അൽ മക്റൂഹാത്തി, കറാഹത്താക്കപ്പെട്ട കാര്യങ്ങൾ പോലും അവർ ഒഴിവാക്കി. ബഅദുൽ മുബാഹാത്തി, ചില അനുവദനീയമായ കാര്യങ്ങൾ പോലും അവർ ഒഴിവാക്കി. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ്,
ചില അനുവദനീയമായ കാര്യമായിരിക്കും, എന്നാൽ ചിലപ്പോൾ അത് ഹറാമാകുമോ എന്ന് ഭയന്നുകൊണ്ട് അങ്ങനെ അനുവദനീയമായ ചില കാര്യങ്ങൾ പോലും ഒഴിവാക്കി. വജ്തഹദത്ത് ഫിത്താഗാത്തി ഫിത്താഅത്തി, അതേപോലെ അവർ അള്ളാഹുവിനനുസരിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്തു, ജുഹുദ് ചെയ്തു, പരിശ്രമങ്ങൾ നടത്തി. മിൻ വാജിബാത്തായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ മുസ്തഹബാത്തായിട്ടുള്ള ഉത്തമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. വഹാ ഉല ഇക്കൂട്ടരാണ് ഹുമുസ്സാബിഖൂന ബിൽ ഖൈറാത്ത്, അവർ ആണ് നന്മകളിൽ മുൻകടന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ. വമൻ കാന ബി ഹാദിഹിൽ മർത്തബത്തി, ഈ ദർജയിൽ ഈ മർത്തബയിൽ എത്തിയവർ ദഖലൽ ജന്നത്ത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ബിലാ ഹിസാബിൻ, വിചാരണ ഒന്നും തന്നെ കൂടാതെ, വലാ അദാബിൻ, ശിക്ഷയും ഇല്ലാതെ എന്ന്.